ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ റീസെന്റ് നൈക്കിന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കുട്ടി മിനി റിവ്യൂ ആണ്. അതായത് അധിക ദിവസം ആയില്ല, പക്ഷെ എന്നാലും ഞാൻ യൂസ് ചെയ്തപ്പം എനിക്ക് ഇൻസ്റ്റന്റ് ആയി തോന്നിയ, അല്ലെങ്കിൽ യൂസ് ചെയ്തൊരു 1 വീക്ക് ആയപ്പോ എനിക്ക് തോന്നിയ കുറച്ച് ഫീലാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അധികം ടൈം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. തപ്പി തുറക്കട്ടെ പ്രൊഡക്ട്സ് ഒക്കെ. യെസ്, നിങ്ങളിത് റീസെന്റ് വീഡിയോസിൽ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ ഈ പ്രൊഡക്ട്സ് ഒക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ കാണിച്ചു തരാം. ലിപ് ഷെയ്ഡ്സും സ്വാജസും എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഇതെന്ന് പറയുന്ന ഫേസസ് കാനഡയുടെ, ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞതാണ്, എന്താണ് T14 ഷെയ്ഡാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. അത്യാവശ്യം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ഷെയ്ഡ് തന്നെയാണത്. അന്ന് എനിക്ക് ഷെയ്ഡ്സ് ഒന്നും കാര്യമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് പൊതുവെ ന്യൂഡ് ഷെയ്ഡിനോടാണ് എനിക്ക് താല്പര്യം. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. എനിക്ക് അത്യാവശ്യം ഓഫീസിൽ ഡെയിലി വിയർ ഒക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് താല്പര്യമാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ. സോ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് അത്യാവശ്യം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു ന്യൂഡ് ഫീലിംഗ് ആണ് ഇതിടുമ്പോൾ. സോ എന്താണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബാക്കി എന്താണ് പ്രൈസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ നൈക്കയുടെ വീഡിയോ വ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ നൈക്ക വ്ലോഗ് കാണാത്തവരാണെങ്കിൽ വീഡിയോ പോയി കണ്ടു നോക്കുക. അപ്പൊ മനസ്സിലാവും ഈ പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് തന്നെയാണ്. എനിക്കിഷ്ടമാണ് ഇതിങ്ങനെ അത്യാവശ്യം ഇട്ടുകൊണ്ട് പോവാൻ. അധികം എന്താ പറയുക, ഇങ്ങനെ സ്പ്രെഡ് ആവത്തോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ മഴയൊക്കെ പെയ്താലും ലൈക്ക് അതിങ്ങനെ വാനിഷ് ഔട്ടായി പോവാറൊന്നുമില്ല. ഇങ്ങനെ നന്നെന്ന് വെച്ചാൽ ഒരു മിനി ഒരു വാട്ടർ പ്രൂഫ് ഒരു ഇതുണ്ട്. നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം മാനേജബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ലോങ് സ്റ്റേ ആണെന്നൊന്നും ഞാൻ പറയില്ല. അതായത് ഇപ്പം ബാക്കി ലിപ്സ്റ്റിക്സ് ഒക്കെ ഉള്ളതുപോലെ ഒരു 8-10 മണിക്കൂർ നിൽക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ പലരുടെയും വീഡിയോസ് കണ്ട് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് തന്നെയാണ്. മേ ബി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഫേസ് കാനഡയുടെ എന്താണ് ലിപ് ക്രയോൺ ആണിത്. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ദെൻ സെക്കൻഡ് ഷെയ്ഡ് ഞാൻ കാണിക്കാം. മെയ്ബിലിൻ ന്യൂയോർക്കിന്റെ ഇത് നോക്കട്ടെ, 799 മോർട്ടോ. ഇതിന്റെയും ഞാൻ അന്ന് വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ, കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അന്ന് അൺബോക്സ് ചെയ്യാനൊന്നും, ഫുള്ളി ബോക്സിൽ നിന്ന് പൊളിച്ചു നോക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അതിന്റെ ഷെയ്ഡ് ഞാൻ കാണിക്കാം. കുറച്ചും കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് പോകും. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇങ്ങനത്തെ ഷെയ്ഡ്. ഇതിന്റെയും പ്രൈസ് ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കിത് ഓഫറിൽ കിട്ടിയതാണ്. നോർമൽ എന്റെ റേറ്റ് 599 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എന്റെ നൈക്കിയുടെ വീഡിയോ ബ്ലോഗിൽ നോക്കിയാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് മെയ്ബിലിൻ ന്യൂയോർക്കിന്റെ മോർ ബഫ് 699 ഷെയ്ഡാണ്. ഇതൊരു എന്താ പറയുക, ഒരു ന്യൂഡ് പീച്ച് സൈഡിലേക്കൊക്കെ പോകും. ഒരു പിങ്ക് അല്ല, ഒരു എന്താ പറയാ, നമുക്കൊരു ഒണിയൻ പീലിന്റെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലേക്ക് പോകും ഈ ഒരു ഷെയ്ഡ്. അപ്പൊ അത് താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എനിക്കിത് ഞാൻ ഒരു ഡെയിലി വിയർ പർപ്പസിനായിട്ട് മേടിച്ചാണ്. കാര്യം എനിക്ക് അധികം എറിച്ച് നിൽക്കുന്ന ഷെയ്ഡ്സ് ഒന്നും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് അത്ര താല്പര്യമില്ല. കാര്യം ഒന്നാമത് ഗവൺമെന്റ് ഓഫീസാണ്. അപ്പം ലൈക്ക് അതിന്റെ ഒരു ഡെക്കറ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അധികം ഒരു ഒരുമാതിരി ഇങ്ങനെ കൊത്തി കൊത്തി നിൽക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ്സ് ഇങ്ങനെ ആലോചിച്ചത്. അപ്പം എനിക്ക് തോന്നി ഇതെനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി, അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചത്. ഈ ഷെയ്ഡ് നമുക്ക് നോക്കാം. ഈ ഒരു കളറാണ് ഷെയ്ഡാണ് വരുന്നത്. ലൈക്ക് നമുക്ക് ലിപ്സിൽ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഒണിയൻ പീല് ഷെയ്ഡ് കിട്ടും. എല്ലാവർക്കും സ്യൂട്ട് ആവുമോന്ന് ചോദിച്ചാൽ ഞാൻ സ്യൂട്ട് ആവുമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക അണ്ടർ ടോൺ ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഏത് ടോൺ ആണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളൊരു എന്താ പർച്ചേസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ.
അപ്പൊ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ഈ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. എനിക്ക് എന്തായാലും അത്യാവശ്യം ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ 3 ഷെയ്ഡ്സ് ആണ്. പിന്നെ ലിപ്സ്റ്റിക്കിലുണ്ടോ? അത്യാവശ്യം ഇന്ന് ഞാൻ രാവിലെ ഒരുങ്ങിയതാണ്. അപ്പോഴിട്ട ഗൾഫോട്ടൻ്റെ ലിപ്സ്റ്റിക് ആണിത്. പിന്നെ നമ്മുടെ ഹെവി ഫുഡിങ് ഒക്കെ ആയതുകൊണ്ട് ലിപ്സ്റ്റിക്ക് കുറെയൊക്കെ പോയിട്ടുണ്ട്. ലിപ്സ്റ്റിക് അല്ല, ലിപ് ക്രയോൺ കുറെയൊക്കെ പോയി. എന്നാലും ഒരു എന്താ പറയുക, ഷെയ്ഡ് എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. അത് മാർസിന്റെ ആണ്. ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഷോർട്ട് വീഡിയോ കാണാത്തവരെ പോയി കാണാൻ, ഞാൻ അറ്റാച്ച് ചെയ്ത് നോക്കാം. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഞാൻ ലിപ്സ്റ്റിക്ക് അതെവിടെയോ ആണ്. അത് രാവിലെ ഇട്ടിട്ട് ഞാൻ എവിടെയോ എടുത്തു വെച്ചു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും കൂടെ കാണിച്ചു തരായിരുന്നു. അപ്പൊ ഇത് ഈ 3 ഷെയ്ഡ്സ് ആണ് ഞാൻ റീസെന്റ് മേടിച്ചത്. പിന്നെ ഇത് നമുക്ക് ബ്ലൂ ഹെവന്റെ നമ്മുടെ കിറ്റിൽ കിട്ടിയതാണ്. അതിന്റെ വീഡിയോ, സോറി ഗൈസ്, സ്പോയിലർ സ്പോയിലർ സ്പോയിലർ, അതിന്റെ വീഡിയോ ഞാൻ എന്താ പറയാ ഇട്ടിട്ടില്ല ഇതുവരെ. ഇനി ഇത് കഴിഞ്ഞിട്ട് അത് ഇടുമോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ, ഇത് എനിക്കൊരു ഗിഫ്റ്റിൽ കിട്ടിയതാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ എന്താ പറയാ, ഞാൻ ഉടനെ ആ വീഡിയോ ഇടുന്നേക്കാ, പറഞ്ഞാൽ മതി. സോ ഇത് കളർ ഇത് എന്താണ് റെഡ് ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. കുഴപ്പമില്ല. നോർമലി എനിക്ക് ലിപ് ബാംസ് അധികം കംഫർട്ടബിൾ അല്ല. കാര്യം ഒരു വാക്സി ഫീൽ തോന്നും എനിക്ക് യൂസ് ചെയ്യുമ്പോൾ. ഞാൻ പലരോടും പറഞ്ഞു എനിക്ക് ലിപ് ബാം പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അപ്പൊ അവരിങ്ങനെ പല കമ്പനീസ് ഒക്കെ സജസ്റ്റ് ചെയ്തെങ്കിൽ എനിക്കൊരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു അതിങ്ങനെ യൂസ് ചെയ്യാനായിട്ട്. സോ ഞാൻ എന്താ ചെയ്യാ, ഞാൻ ഇങ്ങനെ പ്രിഫർ ചെയ്തെന്നല്ല, എനിക്കിത് കിട്ടിയപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ലിപ് ബാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് തന്നെയാണ്. വലിയ സീനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കാം എങ്ങനെയാണുള്ളത്. കളർ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല എത്രത്തോളം ഇതിൽ കിട്ടുന്നുണ്ടെന്നുള്ളത്. ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത് കൊണ്ട് അധികം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് ഇടും. എനിക്കിപ്പോ ഇങ്ങനൊരു രീതിയിലായോണ്ടേ അധികം ഫോക്കസ് ചെയ്ത് ഇടാനായിട്ട് പറ്റുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്, എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ല. നല്ലൊരു കളർ തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കളർ കാണിച്ചു തരാം ലിപ് ബാമിന്റെ. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ലിപ്സിൽ ഇതാക്കുന്ന കാണിച്ചു തരാം. ഈ ഒരു കളറായിട്ടാണ് വരുന്നത്, കണ്ടില്ലേ? കളേർഡ് ആണ്, സ്ട്രോബെറി കിസ് എന്ന് പറഞ്ഞ ഫ്ലേവർ ആണ്. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ വൈകാതെ ഇടുന്നേക്കും. അപ്പൊ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കുമോ, ആ വീഡിയോ ആണോ ആദ്യം വരുന്നത്, ഈ വീഡിയോ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, എന്താണ്, ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ലിപ് ബാം പ്രൊഡക്ട്സ്. അടുത്ത് നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ സ്റ്റിക്ക് നോക്കാം. ഇത് എർത്ത് റിതത്തിന്റെ അക്വാ സർജ് ക്ലിയർ സൺസ്ക്രീൻ സ്റ്റിക്ക്. സൺസ്റ്റിക്ക് ആണിത്. SPF 60 ആണ്. പിന്നെ PA+++, UVA+UVB, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സെറമൈഡ്സ് ആൻഡ് ഹൈലൂറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 gram ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നില്ല, കാര്യം ഓൾറെഡി ഞാൻ എന്റെ പഴയ വീഡിയോയിൽ ഇതിനെ കുറിച്ച് അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നത് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് അതിന്റെ പാക്കേജിങ്, ലൈക്ക് ഒരു ബോക്സ് വരുന്നത്. ഇഷ്ടായില്ലേ? ഇതിന്റെ പെട്ടി തുറക്കുമ്പോ ഇങ്ങനെയാണ്. ഇതിന്റെ അകത്തൊരു ലിഡ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ മാറ്റാം. എന്നിട്ട് ഇതിങ്ങനെ എന്താണ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത്. എന്നിട്ട് എന്താണ്, ആദ്യം ജസ്റ്റ് നമ്മൾ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് വേണം സൺസ്ക്രീൻ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങനെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ. പക്ഷെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു എണ്ണമയം പോലെയോ, ചിലർക്കാണെങ്കിൽ ഓവർ ഓയിലി ഗ്രീസി ഫീൽ വരും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്കിൻ ഡാർക്ക് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു സൺസ്ക്രീൻ സ്റ്റിക്കാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ചോയ്സ് തന്നെയാണ്. ഇത് ഞാൻ റീസെന്റ് ആണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഒരു രക്ഷയില്ല, ഒരാഴ്ചയായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ഞാൻ ഒരുവിധം എന്താണ് താല്പര്യമുള്ളവരൊക്കെ ഇത് വാങ്ങിച്ചു നോക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. നോർമലി ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, 549 ആണ്. എന്താണ് സെയിലൊക്കെ വരുമ്പോൾ ഓഫറിന് കിട്ടും. എനിക്ക് ഓഫറിന് കിട്ടിയതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ
ലിങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കാര്യം ഓൾറെഡി ഞാൻ നൈക്കയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ. ഞാൻ ജസ്റ്റ് അന്ന് ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് എടുക്കാന്ന് കരുതിയത്. ദെൻ പിന്നെ അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ കുട്ടി ഫേസ് വാഷ് ആണ്. ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെന്റൽ ഫേസ് വാഷ് 5 സെറമൈഡ്സ് ജപ്പാനീസ് റൈസ് വാട്ടർ. അപ്പൊ അങ്ങനെ പേജ് 5.5 ആണ്. ഇതിന്റെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു ഫേസ് വാഷ് ആണിത്. പക്ഷെ എനിക്കിതിന്റെ ഇതിൽ നോർമൽ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നൊക്കെ പറയണേ. പക്ഷെ എന്നാൽ പോലും എനിക്കിതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നില്ല. ശരിയാണ്, ഇത് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നല്ലത് പറയണമല്ലോ. ഇത് യൂസ് ചെയ്യുമ്പം ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ആവും. ഇപ്പൊ അത്യാവശ്യം നമ്മളൊരു ഹെവി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡേർട്ട് ഇമ്പ്യൂരിറ്റി ഒക്കെ പോയി കിട്ടും. ഫേസ് നല്ല ക്ലെൻസ് ആവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണത്. എനിക്ക് യൂസ് ചെയ്തിട്ടും എന്റെ ഫേസിൽ അങ്ങനെ ഒരു അലർജി ആയിട്ടോ അല്ലെങ്കിൽ ആക്നേസോ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. ആ കാര്യത്തിലൊക്കെ ഓക്കെ നൈസ് പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയത് കാര്യം എന്താ വെച്ചാൽ ഞാനിത് കുറെ നാളെ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണത്. പക്ഷെ അപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയാം, എനിക്കൊരു കുട്ടി ഡിസപ്പോയിന്റ്മെന്റ് തോന്നി. എന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്മെല്ല് ഒരുമാതിരി എന്താ പറയാ, ലൈക്ക് എനിക്കറിയാം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് എന്തായാലും ഒരു കെമിക്കൽ സ്മെല്ല് വരും. പക്ഷെ എന്നാലും ഇത് കെമിക്കൽ ഒന്നും അല്ല, ഒരു ചില സ്പ്രേസിന്റെ സ്മെല്ലുണ്ട്. അത് നല്ല സ്പ്രേ അല്ല, ചില എന്താ പറയാ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ചെറുതായിട്ട് കുത്തുന്ന ഒരു മണം ആണ് ഇതിന്. അപ്പം ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആണ്. ക്ലിയർ ട്രാൻസ്പെറന്റ് ആണ്. എന്ന് വെച്ചാൽ വാട്ടറി വെള്ളം പോലെ വരികയല്ല, ഒരു ജെൽ മോഡൽ തന്നെയാണ്. പക്ഷെ ഇതിന്റെ സ്മെല്ല് ഒരു എന്താ പറയാ, സ്പ്രേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് എങ്ങനെ നമുക്കൊരു ഫീൽ വരും, ആ ഒരു ഫീലാണ് എനിക്കിത് യൂസ് ചെയ്തപ്പോൾ തോന്നിയത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഡേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തലവേദനയൊക്കെ തോന്നി. കാരണം എനിക്ക് പൊതുവെ കെമിക്കൽ മണം അത്ര ഓവർ കെമിക്കൽ മണം എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ഇത് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വിഷമമുണ്ട്. എന്ന് വെച്ച് പ്രൊഡക്റ്റ് നൈസ് തന്നെയാണ്, എന്റെ ഫേസിന് ഒരു പ്രോബ്ലം ഒന്നുമില്ല. നന്നായിട്ട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകും, നല്ല ഫ്രഷ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് എനിക്ക് തോന്നി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ. അതിന്റെ സ്മെല്ല് കാരണമാണ്. അപ്പൊ സ്മെല്ല് പറ്റാത്തവരോ ഇപ്പം നാച്ചുറൽ ഹെർബൽ പ്രൊഡക്ട്സ് ഒക്കെ മാത്രമേ യൂസ് ചെയ്ത് ശീലമുള്ളവർ ഇത് വാങ്ങിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സ്യൂട്ട് ആവില്ല. പിന്നെ കുഴപ്പമില്ല, കാരണം ഞാൻ എന്തായാലും ഇത് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് യൂസ് ചെയ്യണം എന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യും, കാര്യം ഫേസിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. ഫേസിന് നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ കരുതി അങ്ങനെയാണ് ഇപ്പൊ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്റെ ഏകദേശം പ്രൊഡക്ട്സും കാര്യങ്ങളും ഇനിയും കുറെ ഉണ്ട് പറയാനായിട്ട്. അപ്പൊ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഇനി കുറെ വീഡിയോസ് ഒക്കെ വരാനുണ്ട്, നമ്മുടെ ഓർഗനൈസിങ് വീഡിയോസ് ഒക്കെ വരാനുണ്ട്. എന്റെ മേക്കപ്പ് കിറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിപ്പം ലിബാം അല്ലാണ്ട് ഇതായിട്ടുണ്ട്. ഞാനിപ്പോ ലിബാം വെറുതെ തേച്ചതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പം അതിന്റെ അങ്ങനത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ മേക്കപ്പ് കിറ്റിലൂടെ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഓൾഡ് പ്രൊഡക്ട്സ് കാണിക്കാം. ഇപ്പൊ കുറെ കുട്ടി പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ എന്താ നിങ്ങൾ അറിയും. അപ്പം അതിലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചും പറയും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോ തോന്നി ഈ ഒരു ഡ്രസ്സും മൈക്കൊക്കെ കിട്ടിയതിന്റെ ആവശ്യത്തിൽ എനിക്ക് തോന്നി ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ. അപ്പം എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വെറൈറ്റി ഓഫ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കുട്ടി ബെൽ ബട്ടൺ ഉണ്ട്, അതും അടിച്ച് ഞെക്കി പൊട്ടിക്കുക. അപ്പോൾ എന്താ പറയാ, ഞാൻ എപ്പോ വീഡിയോസ് ഇടുന്നു അപ്പൊ യൂട്യൂബ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഇവിടെ എല്ലായിടത്തും മഴയും പ്രശ്നങ്ങളൊക്കെയാണ്. ഇന്നിപ്പോ വലുതായിട്ട് എറണാകുളത്ത് വലിയ സീനൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ല. രാവിലെ മഴ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ വലുതായിട്ട് വലിയ മഴയൊന്നുമില്ല. പക്ഷെ എന്നാലും വടക്കോട്ടൊക്കെ ആകെ സീനാണ്. വയനാടൊന്നും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര നമുക്ക് എന്താ പറയാ, അത്ര വലിയ സാഡ് അടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഉരുൾപൊട്ടലൊക്കെ. അപ്പം അതിനുവേണ്ടി എല്ലാരും നല്ലൊരു ഫണ്ട് ഇടാൻ പറ്റുന്നവരൊക്കെ ഫണ്ട് ഇടുക, സഹായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ സഹായിക്കുക. നമുക്ക് എന്താ പറയാ, ഇതിപ്പം ഇന്ന് അവർക്ക് വന്നു നാളെ നമുക്കും വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും എപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കണവരൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളത് ചെയ്യാൻ പറ്റണവര് അത് മാക്സിമം ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലേ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ കൊറോണയും പ്രളയവും എല്ലാം അതിജീവിച്ച് വന്നവരല്ലേ, അപ്പൊ നമ്മളെ കൊണ്ട് ഇതും പറ്റും. അപ്പം
നിങ്ങളെ സൗണ്ട് കേട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അപ്പുറത്തെ റൂമിൽ ഏതോ ഒരു കുട്ടി കട്ടില് നിൽക്കുന്ന സൗണ്ടാണ് കേട്ടെങ്കിൽ. ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്തോ. അപ്പൊ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഡൊണേറ്റ് ചെയ്യുക. താല്പര്യമുള്ളവർ. സോ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, കാരണം ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പലതാണ്. എനിവേ അതിൽ നമുക്ക് വിഷമമുണ്ട്. വീഡിയോയുടെ ആദ്യമേ അങ്ങനത്തെ ഒരു കാര്യം പറയണമെന്ന് ഇതുണ്ടായിരുന്നു. നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്ത അങ്ങനെ ഒരു ഇതല്ല, ഒരു അവയർനെസ്സും കൂടെ കൊടുക്കണം എന്ന് തോന്നി. മാക്സിമം ശ്രദ്ധിക്കുക ആൾക്കാർ പുറത്തൊക്കെ പോകുമ്പോൾ. ഇപ്പം അസുഖങ്ങളാണെങ്കിൽ ഒരു വശത്ത്, പിന്നെ ദുരന്തം ഇങ്ങനത്തെ കാര്യങ്ങൾ മറുവശത്ത്. അധികം എന്താ പറയാ, എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ അധികം ആരും അധികം ട്രിപ്പൊന്നും അധികം പോയി ഇതാവണ്ട. അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. അധികം സേഫ് അല്ല ഇപ്പം. ആവശ്യങ്ങൾക്കും അത്യാവശ്യമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഓക്കെ, ബട്ട് എനിവേ അല്ലെങ്കിൽ ഇത്തിരി ടാസ്ക് ആണ്. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് വിട്ട് പോണേയല്ല, ഒരു ജനറൽ കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മാക്സിമം. പിന്നെ എന്തെങ്കിലുമൊക്കെ എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി ഹെൽപ്പ് ലൈൻസിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യുക. ഞാനും ഇപ്പൊ ഒരു ഗവൺമെന്റില് കോൺട്രാക്ട് സ്റ്റാഫാണ്. അപ്പൊ ഞാനും ഇതിന്റെ ഒരു ഭാഗമാണ്. സോ നിങ്ങളാൽ എന്താ എനിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളും ചെയ്യാം. അപ്പം അത്രയൊക്കെയുള്ള ഈ വീഡിയോയില്. സോ എന്താണ് വീഡിയോ എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ടയേർഡ് ആവുന്നുണ്ട്. അപ്പൊ സോ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല കാര്യങ്ങളൊന്നും. അധികം ഞാൻ വലിച്ചു നീട്ടാതെ എന്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പൊ സോ ബൈ.